എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ റെഫ്രിജറേഷൻ ജോലികളിൽ ഉപയോഗിക്കുന്ന പ്രത്യേക ടൂളുകൾ, ഇൻസ്ട്രുമെന്റുകൾ, എക്യുപ്മെന്റ് എന്നിവ എങ്ങനെ തിരിച്ചറിയാമെന്നും ഉപയോഗിക്കാമെന്നും നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും: 1. റെഫ്രിജറേഷൻ ഉപകരണങ്ങളുടെ പ്രധാന ഭാഗങ്ങളും ഫീൽഡിലെ അവയുടെ പ്രവർത്തനങ്ങളും തിരിച്ചറിയാൻ. 2. റെഫ്രിജറേഷൻ ജോലികളിൽ ഉപയോഗിക്കുന്ന അളവെടുക്കൽ ഉപകരണങ്ങൾ തിരിച്ചറിയാൻ. 3. ശീതീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ തിരിച്ചറിയാൻ. ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ നമുക്ക് ശേഖരിക്കാം. ഫ്ലെയറിംഗ് ടൂൾ വിത്ത് യോക്ക് ഒരെണ്ണം, ട്യൂബ് കട്ടർ വിത്ത് റീമർ ഒരെണ്ണം, പൈപ്പ് ബെൻഡർ ലെവർ ആൻഡ് സോറിംഗ് ടൈപ്പ് ഒരെണ്ണം, സ്വാഗിംഗ് ടൂൾ ഒരു സെറ്റ്, പിഞ്ചിംഗ് ടൂൾ ഒരെണ്ണം, പിഞ്ചിംഗ് പ്ലെയർ ഒരെണ്ണം, റാച്ചറ്റ് റെഞ്ച് കീ 2 എണ്ണം, പ്രഷർ ഗേജ് 2 എണ്ണം, കോമ്പൗണ്ട് ഗേജ് 2 എണ്ണം, തെർമോമീറ്റർ ഒരെണ്ണം, ഇലക്ട്രോണിക് ഡിറ്റക്ടർ 2 എണ്ണം, ഗേജ് മാനിഫോൾഡ് ഒരെണ്ണം, ടോങ് ടെസ്റ്റർ ഒരെണ്ണം, അനിമോമീറ്റർ ഒരെണ്ണം, സ്ലിംഗ് സൈക്രോമീറ്റർ ഒരെണ്ണം, ടാക്കോമീറ്റർ ഒരെണ്ണം, സിംഗിൾ അഡോപ്റ്റർ ഹാൻഡ്ഷട്ട് ഓഫ് വാല്യൂ മാനിഫോൾഡ് ഗേജ് ഒരെണ്ണം, വാക്യൂം പമ്പ് ഒരെണ്ണം, എയർ കംപ്രസർ ഒരെണ്ണം. നടപടിക്രമം: ടാസ്ക് 1. റെഫ്രിജറേഷൻ ടൂളുകളുടെ പ്രധാന ഭാഗങ്ങൾ, അവയുടെ പ്രവർത്തനങ്ങൾ സഹിതം തിരിച്ചറിയുക. 1. ഫ്ലെയറിംഗ് ടൂളിന്റെ പ്രധാന ഭാഗങ്ങൾ തിരിച്ചറിയുക. 1. യോക്ക് അസംബ്ലി. ഫ്ലെയറിംഗ് പ്രക്രിയയിൽ ട്യൂബ് അല്ലെങ്കിൽ പൈപ്പ് സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. 2. വിംഗ് നട്ട്. ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം ടൂളിന്റെ ക്ലാമ്പിംഗ് സംവിധാനം ശക്തമാക്കുന്നതിനോ അയവ് വരുത്തുന്നതിനോ വേഗമേറിയതും സൗകര്യപ്രദവുമായ മാർഗം നൽകുക എന്നതാണ്. 3. ഫ്ലെയറിംഗ് ടൂളിലെ ചാംഫർ ഒരു ട്യൂബിന്റെയോ പൈപ്പിന്റെയോ അറ്റം ഫ്ലെയറിംഗ് പ്രക്രിയയ്ക്കായി തയ്യാറാക്കുന്നതിൽ നിർണായകമായ പർപ്പസ് നൽകുന്നു. 4. ഫ്ലെയറിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ ആൻവിൽ. ഫ്ലെയറിംഗ് ബ്ലോക്ക് ഫ്ലെയറിംഗ് പ്രക്രിയയിൽ ട്യൂബ് അല്ലെങ്കിൽ പൈപ്പിന് പിന്തുണ നൽകുന്നു, അതിന്റെ ആകൃതിയും വിന്യാസവും നിലനിർത്താൻ സഹായിക്കുന്നു. ട്യൂബ് കട്ടറിന്റെ പ്രധാന ഭാഗങ്ങൾ റീമർ സഹിതം തിരിച്ചറിയുക. 1. ഗ്രൂവ്ഡ് റോളർ വീൽ. ട്യൂബ് സുരക്ഷിതമായി പിടിക്കാൻ ഗ്രൂവുകൾ സഹായിക്കുന്നു, കട്ടിംഗ് പ്രക്രിയയിൽ സ്ലിപ്പേജ് തടയുന്നു. 2. കട്ടിംഗ് വീലുകൾ. ഒരു ട്യൂബ് കട്ടർ വിത്ത് റീമറിലെ കട്ടിംഗ് വീൽ ട്യൂബുകളിൽ വൃത്തിയുള്ളതും കൃത്യവുമായ കട്ടിംഗ് ഉണ്ടാക്കുന്നതിന് ഉത്തരവാദിയായ ഒരു നിർണായകമായ ഘടകമാണ്. 3. അഡ്ജസ്റ്റബിൾ നോബ്. മുറിക്കുമ്പോഴും റീമിംഗ് ചെയ്യുമ്പോഴും ട്യൂബ് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ഇത് ഉത്തരവാദിയാണ്. 4. റീമർ. ഒരു ട്യൂബ് മുറിച്ചതിന് ശേഷം അതിന്റെ ഉള്ളിൽ നിന്ന് ബറുകൾ, പരുക്കൻ അരികുകൾ, മറ്റ് അപൂർണതകൾ എന്നിവ നീക്കം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു ഘടകമാണ് റീമർ ബ്ലേഡ്. 3. പൈപ്പ് ബെൻഡറിന്റെ പ്രധാന ഭാഗങ്ങൾ തിരിച്ചറിയുക. 1. ബെൻഡിന്റെ ഡിഗ്രികൾ. ബെൻഡിന്റെ ഡിഗ്രി പൈപ്പ് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് വളയുന്ന കോണിനെ സൂചിപ്പിക്കുന്നു, 180 ഡിഗ്രി വരെ. 2. ഓപ്പറേറ്റിംഗ് ലിവർ. പൈപ്പ് സൂക്ഷിക്കുന്ന ബെൻഡിംഗ് ഡൈ അല്ലെങ്കിൽ ഷൂവുമായി ലിവർ ബന്ധിപ്പിച്ചിരിക്കുന്നു. ലിവറിൽ ബലം പ്രയോഗിക്കുന്നതിലൂടെ ഉപയോക്താവിന് ആവശ്യമുള്ള കോണിലേക്ക് പൈപ്പ് ക്രമേണ വളയ്ക്കാൻ കഴിയും. 3. ട്യൂബ്. കേടുപാടുകൾ വരുത്തുകയോ രൂപഭേദം വരുത്തുകയോ ചെയ്യാതെ ശരിയായ വളവ് ഉറപ്പാക്കാൻ ബെൻഡർ ട്യൂബിന്റെ വലിപ്പത്തിനും കനത്തിനും അനുയോജ്യമായിരിക്കണം. 4. ബെൻഡിംഗ് ടൂൾ. വളയുന്ന സമയത്ത് പൈപ്പിനെ പിന്തുണയ്ക്കുകയും പൈപ്പിന് ആവശ്യമുള്ള വക്രത നൽകുകയും ചെയ്യുന്ന ഒരു കഷണം രൂപപ്പെടുവാൻ ഇതുപയോഗിക്കുന്നു. 5. ഗെയിൻ സ്കെയിൽ. ഗെയിനിന്റെ ശരിയായ ക്രമീകരണം വളയുന്ന പൈപ്പിന്റെ മെറ്റീരിയലിനും വ്യാസത്തിനും ബെൻഡിംഗ് ഫോഴ്സ് അനുയോജ്യമാണെന്ന് ഉറപ്പാക്കുന്നു. 6. ക്ലാമ്പ്. വളയുന്ന പ്രവർത്തനം കൃത്യവും നിയന്ത്രിതവുമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് പൈപ്പ് വഴുതി വീഴുന്നതിൽ നിന്നും ഭ്രമണം ചെയ്യുന്നതിൽ നിന്നും അല്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് നീങ്ങുന്നതിൽ നിന്നും ക്ലാമ്പ് തടയുന്നു. 7. സ്പ്രിംഗ് ടൈപ്പ് ട്യൂബ് വെൻഡർ. ട്യൂബുകളുടെ അറ്റത്ത് ഉപയോഗിക്കുന്നത് ബാഹ്യ സ്പ്രിംഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബാഹ്യ കോയിൽ സ്പ്രിംഗ് ബെൻഡിംഗ് ടൂളുകൾ. ടാസ്ക് 2. റെഫ്രിജറേഷൻ ജോലികളിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകൾ തിരിച്ചറിയുക. 1. പ്രഷർ ഗേജിന്റെയും കോമ്പൗണ്ട് ഗേജിന്റെയും പ്രധാന ഭാഗങ്ങൾ തിരിച്ചറിയുക. 1. റബ്ബർ സീൽ. ഒരു റബ്ബർ സീൽ പ്ലഗിന് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറായി പ്രവർത്തിക്കാൻ കഴിയും. ഈർപ്പം അല്ലെങ്കിൽ കൊറോസീവ് ഏജന്റുകൾ ഗേജിന്റെ കണക്ഷൻ പോയിന്റുകളിൽ എത്തുന്നത് തടയുന്നു. 2. സൂചി.
സൂചിയുടെ സ്ഥാനം ഗേജിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന അളവെടുപ്പ് യൂണിറ്റിലെ മർദ്ദത്തെ നേരിട്ട് സൂചിപ്പിക്കുന്നു. 3. സോക്കറ്റ്. പ്രഷർ ഗേജിനും സിസ്റ്റത്തിനുമിടയിൽ ഒരു ടൈറ്റ് സീൽ സൃഷ്ടിക്കാൻ സോക്കറ്റിൽ പലപ്പോഴും ത്രെഡുകൾ അല്ലെങ്കിൽ ഓറിങ്ങുകൾ പോലുള്ള ഒരു സീലിംഗ് സംവിധാനം ഉൾപ്പെടുന്നു. 4. വാക്വം സ്കെയിൽ. വാക്വം സ്കെയിലിൽ ഒരു സിസ്റ്റത്തിനുള്ളിലെ വാക്വം ലെവലിന്റെ നേരിട്ടുള്ള സൂചന നൽകുന്നു. 2. തെർമോമീറ്ററിന്റെ പ്രധാന ഭാഗം തിരിച്ചറിയുക. 1. വെള്ളത്തിന്റെ തിളയ്ക്കുന്ന താപനില. വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസും 212 ഡിഗ്രി ഫാരൻഹീറ്റും ആണ്. 2. ജലത്തിന്റെ സാധാരണ താപനില. ജലത്തിന്റെ സാധാരണ താപനില 20 ഡിഗ്രി സെൽഷ്യസും 68 ഡിഗ്രി ഫാരൻഹീറ്റും ആണ്. 3. ജലത്തിന്റെ ഫ്രീസിംഗ് താപനില. ജലത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസും 32 ഡിഗ്രി ഫാരൻഹീറ്റുമാണ്. 4. ഗ്ലാസ് സ്റ്റെം. തെർമോമീറ്ററിന്റെ നീളമേറിയ ട്യൂബുലർ ഭാഗമാണ് സ്റ്റെം. അതിൽ സാധാരണയായി താപനില സ്കെയിലും താപനില സെൻസിംഗ് മൂലകവും മെർക്കുറി അല്ലെങ്കിൽ ആൽക്കഹോൾ പോലുള്ളവ അടങ്ങിയിരിക്കുന്നു. 5. ബൾബ്. തെർമോമീറ്ററിന്റെ അടിയിൽ മെർക്കുറി അല്ലെങ്കിൽ ആൽക്കഹോൾ പോലെയുള്ള തെർമോമെട്രിക് ദ്രാവകം അടങ്ങുന്ന ഒരു സീൽ ചെയ്ത അറയാണ് ബൾബ്. 2. ഹാലൈഡ് ടോർച്ച് ലീക്ക് ഡിറ്റക്ടറിന്റെ പ്രധാന ഭാഗങ്ങൾ തിരിച്ചറിയുക. 1. ബർണർ. ഹാലൈഡ് ടോർച്ച് ലീക്ക് ഡിറ്റക്ടറിലെ ബർണർ ഒരു തീജ്വാല ഉണ്ടാക്കുന്നു. സാധാരണയായി ഒരു ഹൈഡ്രജൻ ജ്വാല. ഈ ജ്വാല ഡിറ്റക്ഷൻ പ്രക്രിയയ്ക്ക് താപത്തിന്റെ ഉറവിടമായി പ്രവർത്തിക്കുന്നു. 2. കൺട്രോൾ നോബ്. ടോർച്ച് ഉൽപ്പാദിപ്പിക്കുന്ന തീജ്വാലയുടെ തീവ്രത ക്രമീകരിക്കാൻ കൺട്രോൾ നോബ് ഉപയോക്താക്കളെ അനുവദിച്ചേക്കാം. 3. ഹോസ്. നിർദ്ദിഷ്ട ദിശകളിൽ നിന്നോ പ്രദേശങ്ങളിൽ നിന്നോ വായു വലിച്ചെടുക്കുന്നതിനുള്ള ഒരു മാർഗം നൽകിക്കൊണ്ട് ദിശാസൂചന കണ്ടെത്തുന്നതിന് ഹോസ് അനുവദിക്കുന്നു. 4. ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടറിന്റെ പ്രധാന ഭാഗങ്ങൾ തിരിച്ചറിയുക. 1. പവർ ഓൺ ഓഫ് ബട്ടൺ. ഡിവൈസ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഇത് ഉപയോഗിക്കുന്നു. 2. സെൻസർ. ലീക്ക് ഡിറ്റക്ടറുകളിലെ സെൻസറുകൾ പ്രത്യേക വാതകങ്ങളുടെയോ ദ്രാവകങ്ങളുടെയോ സാന്നിധ്യം കണ്ടെത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. 5. സ്ലിംഗ് സൈക്രോമീറ്ററിന്റെ പ്രധാന ഭാഗങ്ങൾ തിരിച്ചറിയുക. 1. ഹാൻഡിൽ. സൈക്രോമീറ്റർ അസംബ്ലി മുഴുവൻ തിരിക്കാൻ ഹാൻഡിൽ ഉപയോക്താവിനെ അനുവദിക്കുന്നു. 2. വെറ്റ് ബൾബ് തെർമോമീറ്റർ. വെറ്റ് ബൾബ് തെർമോമീറ്റർ വെറ്റ് ബൾബ് താപനില കൃത്യമായി അളക്കാൻ ബാഷ്പീകരണത്തിന്റെ കൂളിംഗ് ഇഫക്റ്റിനെ ആശ്രയിക്കുന്നു. 3. ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ഡ്രൈ ബൾബ് തെർമോമീറ്ററിന്റെ പ്രാഥമിക ലക്ഷ്യം ഡ്രൈ ബൾബ് താപനില അളക്കുക എന്നതാണ്. ഇത് ചുറ്റുമുള്ള അന്തരീക്ഷത്തിലെ യഥാർത്ഥ വായുവിന്റെ താപനിലയെ പ്രതിനിധീകരിക്കുന്നു. 4. വാട്ടർ സോക്ഡ് വിക്ക്. ബാഷ്പീകരണം മൂലമുള്ള കൂളിംഗ് ഇഫക്റ്റ് വർദ്ധിപ്പിക്കുന്നതിനാണ് വാട്ടർ സോക്ഡ് വിക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ടാസ്ക് 3. റെഫ്രിജറേഷൻ ജോലികളിലെ എക്വിപ്മെന്റുകൾ തിരിച്ചറിയുക. 1. വാക്വം പമ്പിന്റെ പ്രധാന ഭാഗങ്ങൾ തിരിച്ചറിയുക. 1. വാക്വം ഗേജ്. ഉയർന്ന വാക്വം പമ്പിലെ വാക്വം ഗേജിന്റെ പ്രാഥമിക ലക്ഷ്യം സിസ്റ്റത്തിനുള്ളിലെ വാക്വം ലെവൽ അളക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. 2. വാക്വം ഹോസ്. ഉയർന്ന വാക്വം പമ്പിനും ഒഴിപ്പിക്കപ്പെടുന്ന സിസ്റ്റത്തിനുമിടയിൽ വാക്വം കൈമാറ്റം ചെയ്യുന്നതിനുള്ള ചാലകമായി വാക്വം ഹോസ് പ്രവർത്തിക്കുന്നു. 3. മെറ്റൽ സ്റ്റാൻഡ്. മുഴുവൻ സിസ്റ്റവും പിടിക്കാനും ക്യാരി ചെയ്യാനും. 2. എയർ കംപ്രസറിന്റെ പ്രധാന ഭാഗങ്ങൾ തിരിച്ചറിയുക. 1. എയർ കംപ്രസർ. കംപ്രസർ തുടർച്ചയായ ചക്രത്തിൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലുടനീളം റെഫ്രിജറന്റിനെ പ്രചരിപ്പിക്കുന്നു. 2. പുള്ളി. വൈദ്യുത മോട്ടോറിൽ നിന്ന് കംപ്രസർ പമ്പിലേക്ക് പവർ കൈമാറുക എന്നതാണ് പുള്ളിയുടെ പ്രാഥമിക ലക്ഷ്യം. 3. ബെൽറ്റ്. ഒരു എയർ കംപ്രസറിലെ ബെൽറ്റിന്റെ ഉദ്ദേശം മോട്ടോറിൽ നിന്ന് പ്രൈം മൂവർ കംപ്രസർ പമ്പിലേക്ക് വൈദ്യുതി പ്രക്ഷേപണം ചെയ്യുക എന്നതാണ്. 4. മോട്ടോർ. കംപ്രസർ പമ്പ് പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ ഭ്രമണബലം മോട്ടോർ നൽകുന്നു. 5. എയർ ടാങ്ക്. എയർ ടാങ്കിന്റെ പ്രാഥമിക ലക്ഷ്യം കംപ്രസർ സൃഷ്ടിക്കുന്ന കംപ്രസ് ചെയ്ത വായു സംഭരിക്കുക എന്നതാണ്. റീക്യാപ്പ്. ഈ വീഡിയോയിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു എങ്ങനെയാണ് 1. റെഫ്രിജറേഷൻ ടൂളുകളുടെ പ്രധാന ഭാഗങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും തിരിച്ചറിയുന്നത്. 2. റെഫ്രിജറേഷൻ ജോലികളിൽ ഉപയോഗിക്കുന്ന അളക്കുന്ന ഉപകരണങ്ങൾ തിരിച്ചറിയുന്നത്. 3. റെഫ്രിജറേഷൻ ജോലികളിൽ ഉപയോഗിക്കുന്ന എക്വിപ്മെന്റുകൾ തിരിച്ചറിയുന്നത്.